നമസ്കാരം, ബാലുശ്ശേരിക്കാരൻ. നമ്മളിന്ന് ചെറിയ 1-2 ടെക്നിക്കുകളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പം അതിനുശേഷം സാധാരണഗതിയിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രശ്നം വരുന്നൊരു മേഖല എന്ന് പറയുന്നത് അവരുടെ ഫോട്ടോ റീസൈസ് ചെയ്യാൻ. അതായത് ഫോട്ടോ ഇത്ര KB ഉള്ളിൽ വേണം, അല്ലെങ്കിൽ 100 KB അകത്ത് വേണം, അല്ലെങ്കിൽ 100-150 KB ഉള്ളിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ക്രൈറ്റീരിയകളും നമ്മൾ ആപ്ലിക്കേഷൻ ഫോമുകളിൽ കാണാറുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമുകളിൽ. അപ്പം അത് എങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പിക്സൽ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈസ് കാണാൻ കഴിയും. ഇപ്പോൾ കിടക്കുന്നത് 125 KB ആണ്. 100 KB ഉള്ളിലാണ് നമുക്ക് ആ ഫോട്ടോ വേണ്ടത് എങ്കിൽ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സിമ്പിളാണ്. ഒന്നാമത് കറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നേരത്തെ റെഡിയാക്കി വെച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ അതിനെ ഫയലിൽ സേവ് ആസ് കൊടുത്തിട്ട് JPG ആയിട്ട് സേവ് ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയൊരു പേര് കൊടുക്കുന്നു, റീസൈസ്ഡ് ഇമേജ് 1. ഓക്കെ, അതിനകത്ത് നമ്മൾ സേവ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും 129K, അതായത് 129 KB വരുന്നൊരു ഇമേജാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു 10 ക്വാളിറ്റി കൊടുക്കുന്ന സമയത്ത് 84 KB ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ 84 KB ഉള്ള ഒരു ഇമേജ് ആയിട്ട് അത് വന്നിട്ടുണ്ടാവും. നോക്കൂ, 84 KB കുറവായിരിക്കും, അത് 74 KB, ടോട്ടൽ സൈസ് 76 KB ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അത് ഒരു മെത്തേഡാണ്. അതായത് സേവ് ആസ് പോകുമ്പോൾ JPG ഇമേജ് ആയിട്ട് ചെയ്യുമ്പോൾ സേവ് ആസ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസ് കുറഞ്ഞോളും. എന്നിട്ടും കുറയാതെ കിടക്കുന്ന ഇമേജുകളാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. ഇപ്പം നമ്മൾ ഒരു ഇമേജ് നമ്മൾ SLR ക്യാമറകളിലോ അല്ലെങ്കിൽ ഫോണുകളിലോ നല്ല ഹൈ ക്വാളിറ്റി ഫോണുകളിലൊക്കെ നമ്മളൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇമേജിന് ഒരു 2 MB മുകളിൽ 2 MBക്ക് മുകളിലായിട്ട് ഇമേജ് സൈസ് കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നേരിട്ട് സേവ് ആസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ആവില്ല. മീൻസ് ഡിസ്ക് സൈസ് കുറയില്ല, ഇമേജ് സൈസ് കുറയില്ല. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരെ ഇതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ളൊരു ഡയമെൻഷൻ ഉണ്ടാവും. 150 പിക്സൽ ബൈ 200 പിക്സൽ ആണെങ്കിൽ ഇവിടുന്ന് പിക്സൽ സെലക്ട് ചെയ്യുക. 150 200 പിക്സലിൽ 300 റെസൊല്യൂഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേജ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ സ്കാൻ ചെയ്ത അല്ലെങ്കിൽ 2 MBക്ക് മുകളിലുള്ള ക്യാമറ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് നമ്മൾ ഈ പുതിയ സൈസ് പേജിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട ശേഷം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വയ്ക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ആവശ്യമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സിലെ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് ഈ നീല ബാക്ക്ഗ്രൗണ്ടിന് പകരം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കയറ്റിയാൽ മതി. അതിനുശേഷം ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇമേജിനെ JPG ആയിട്ട് സേവ് ചെയ്യുക. JPG ആയിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് ആ സമയത്തും നമുക്കിതിൻ്റെ സൈസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ കഴിയും. നോക്കൂ, 53 നേരെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ 127 ഉള്ളത് 53 KB ആയിട്ട് പുതിയ പേജ് എടുത്ത സമയത്ത് കുറഞ്ഞത് കാണാവുന്നതാണ് സേവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്. അപ്പം ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് 2 MBക്ക് മുകളിലുള്ള ഇമേജ് ആണെങ്കിൽ പോലും നമ്മൾ പുതിയൊരു പേജ് എടുത്തിട്ട് അതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം സേവ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഒരു മെത്തേഡാണ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിമ്പിൾ മെത്തേഡാണ്. അതായത് കുറച്ച് ഇമേജ് വലിയൊരു ഇമേജാണ്, കുഴപ്പമില്ല. നമുക്ക് ഒരു 2 MBക്ക് മുകളിൽ ഇമേജ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സേവ് ഫോർ വെബ് ഫയലിൽ തന്നെ സേവ് ഫോർ വെബ് Alt+Shift+Ctrl+S അതാണ് ഷോർട്ട് കട്ട് വരുന്നത്. സേവ് ഫോർ വെബ് അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഈ ഇമേജിൻ്റെ കറക്റ്റ് ഇപ്പോഴത്തെ ഒരു സൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ താഴെ JPG 92.22K എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്.
ക്വാളിറ്റിയിൽ 100 ഉള്ളതൊരു 60 ഒരു 50 അതായത് നേരെ പകുതിയായിട്ട് ചുരുക്കുന്നു. അപ്പം ഇവിടെ അതിൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും, എങ്കിലും കുഴപ്പമില്ല. JPG ഇപ്പോൾ 25.89 26 KB ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത ഇമേജ് ആയിട്ട് സേവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഇമേജ് ഇതാണ് 26.7 KB, 28 KB മാക്സിമം 28 KB ചുരുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേ ക്ലാരിറ്റിയിൽ, അതായത് ക്ലാരിറ്റി വളരെയധികം നഷ്ടപ്പെടാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച 3 മെത്തേഡാണ്. ഒന്ന്, നേരെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഫയലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് സേവ് ആസ് അടിച്ചിട്ട് അതിൻ്റെ സൈസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് അതിൻ്റെ ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത്, അതിൻ്റെ മറ്റൊരു പേജ് ഓപ്പൺ ചെയ്തിട്ട്, അതായത് അവർ പറയുന്ന ഡയമെൻഷനിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മളെ ഫയലിനെ ഡ്രാഗ് ചെയ്തിട്ടിട്ട് എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അതിലൊന്നും കിട്ടാത്തതാണെങ്കിൽ സേവ് ഫോർ വെബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇത് ഓരോ വർക്കും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണുന്നതായിരിക്കും. അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും ഷുവറായിട്ടും. താങ്ക് യു, ബാലുശ്ശേരിക്കാരൻ.